അസ്സലാമു അലൈക്കും. നൗഫൽ തലശ്ശേരി മക്കത്ത് നിന്നാണ് വിളിക്കുന്നത്. കുടുംബസമേതം മക്കത്ത് താമസിക്കുന്ന ആളാണ്. ഇവിടെ നിന്നും ഹജ്ജിന് പോകാൻ സൗദി ഗവൺമെന്റ് പേപ്പർ വല്ലതും ശരിയാക്കേണ്ടതുണ്ടോ? ഹറമിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ എന്റെ അളിയൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉംറക്ക് വന്നപ്പോൾ ഇഹ്റാം ചെയ്തത് ജിദ്ദയിൽ വെച്ചാണ്. ജിദ്ദയിൽ വരുന്ന വെച്ചാണ് ഇഹ്റാം ചെയ്തത്. അതിന് വല്ല തെറ്റുമുണ്ടോ? അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നില്ലേ? ഉസ്താദ് പറഞ്ഞല്ലോ വിഷയത്തിൽ ഒതുങ്ങിയുള്ള ചോദ്യമായിരിക്കണം എന്ന്. കാരണം ഒരുപാട് ആൾക്കാർ ഈ വിഷയത്തെ സംബന്ധിച്ച് തന്നെ ചോദിക്കാൻ ഒരുങ്ങിയിരിക്കുന്നതാണ്. അതിന്റെ ഇടയ്ക്ക് മറ്റുള്ള വിഷയം ഇപ്പൊ കൊണ്ടുവരരുതാരും. പ്രത്യേകിച്ച് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ വിഷയത്തിൽ ഒതുങ്ങി ചോദിക്കുമ്പോൾ ഇപ്പോ നോമ്പിനെ കുറിച്ച്, നോമ്പിന്റെ ശ്രേഷ്ഠതയും സുന്നത്ത് നോമ്പിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞു. പക്ഷെ ഈ നോമ്പ് എന്നെ ഒരു ആൾ ഇഷ്കലാക്കിയത് ആണ് ഞാൻ ചോദിക്കുന്നത്. ഈ നോമ്പ് നമ്മൾ എടുക്കുമ്പോൾ വെള്ളിയാഴ്ച വന്നാല് വെള്ളിയാഴ്ച നിങ്ങളോട് പെരുന്നാളാണ്, അന്ന് സുന്നത്ത് നോമ്പ് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഇഷ്കലാക്കലുണ്ടായി. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. വെള്ളിയാഴ്ച ദിനങ്ങളിൽ സുന്നത്ത് നോമ്പ് നോൽക്കൽ എന്നതിന്റെ വിധി എന്താണ് എന്നറിയാൻ വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിപ്പോ പറഞ്ഞ പ്രത്യേകം നോമ്പുകളൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ 8 ദിവസത്തെ നോമ്പ്, ഇതൊക്കെ എന്ന് വന്നാലും എന്താക്കണം, പിന്നെ അവിടെ നോമ്പെടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി പറയട്ടെ. അറഫാ ദിവസത്തിലെ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് പറയുന്ന പണ്ട് പറയുകയാണ്, ദുൽഹിജ്ജ 8 കൂടി നോമ്പെടുക്കലാണ് കൂടുതൽ സൂക്ഷ്മത. കാരണം കണക്കെങ്ങാണ്ട് വെച്ചിട്ട് അഥവാ ദുൽഹിജ്ജ 9 അന്നാണെങ്കിലോ ഇപ്പറഞ്ഞത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ദുൽഹിജ്ജ 8 കൂടി എടുക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞാണ്, നേരത്തെ പറയാൻ വിട്ടുപോയതാ. അപ്പൊ ഇവിടെ പിന്നെ അത് ഏത് ദിവസത്തിലാണെങ്കിലും ആ നോമ്പെടുക്കണം. അതേ സ്ഥാനത്ത് വെള്ളിയാഴ്ച നോമ്പെടുക്കൽ കറാഹത്താണെന്ന് പറഞ്ഞത്, ഒരാൾ വെള്ളിയാഴ്ചക്ക് മാത്രം നോമ്പിന്റെ പേരിൽ ഒരു പ്രത്യേകത കണ്ടിട്ട് അന്ന് മാത്രം അങ്ങനെ നോമ്പെടുക്കുക, മനസ്സിലായില്ല? അതിനെക്കുറിച്ചാണ് ആ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരാള് പിന്നെ എല്ലാ അറഫ നോമ്പ് നോൽക്കുന്ന ആളാ, അത് വെള്ളിയാഴ്ച എടുക്കണം. ദുൽഹിജ്ജന്റെ 10 ദിവസം നോൽക്കുന്ന ആളാ, വെള്ളിയാഴ്ച ഒന്ന് എടുക്കണം. അതേപോലുള്ള അതുപോലെ അയ്യാമുൽ ബീദിൽ നോമ്പെടുക്കുന്ന ആളാ. അയ്യാമുൽ ബീദ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും 13, 14, 15 അതിൽ നോമ്പെടുക്കുന്ന ആളാ, അതിൽ വെള്ളിയാഴ്ച ഒന്ന് അപ്പൊ എടുക്കണം. അതിനെ പറ്റിയല്ല ആ പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, നേരത്തെ ചോദിച്ചൊരു സുഹൃത്ത് എന്തൊക്കെയോ ചോദ്യം ചോദിക്കുന്നുണ്ട്. എനിക്ക് ആ ചോദ്യം ഒട്ടും മനസ്സിലായതുമില്ല. പേപ്പർ ശരിയാക്കണമെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട ഇൽമുള്ള ആളുകളാണ് അതൊക്കെ പറയേണ്ടത്. മാത്രമല്ല, ഇപ്പോ ദയവേത് നിങ്ങൾ വിഷയത്തിന്റെ ഉള്ളിൽപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മളെ എല്ലാവരും ശ്രദ്ധ മാറും. അത്തരം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആള് പോയില്ലേ, ഓക്കെ, അത്തരം ചോദ്യങ്ങൾ ഞാൻ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന്റെ ശേഷത്തേക്ക് മാറ്റി വെക്കണം. അതാണ് ഭംഗിയെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ മൈക്ക് കൂട്ടും. ഹലോ, ചോദ്യകർത്താക്കൾ ഓരോരുത്തർ വേഗം മൈക്കെടുത്ത് ചോദിക്കുക. ഉസ്താദിന് തീരെ സമയമില്ല, നമുക്ക് തന്നെ അടുത്ത പരിപാടി വരാൻ പോകുന്നുണ്ട്. വേഗം ചോദിക്കുക എല്ലാവരും. ഇല്ല, മുന്നിൽ ആളെടുക്കുന്നില്ല, അടുത്ത ആളെടുക്കുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ദുൽഹിജ്ജ് 1 മുതൽ 9 വരെ പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ടോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പ്രശ്നമാക്കണ്ട, മൂപ്പര് ക്ലാസ് കേൾക്കാത്ത ആൾ, അതുകൊണ്ടാണ്. അദ്ദേഹം ക്ലാസ് കേട്ടിട്ടില്ല, ഇപ്പോഴാണ് വന്നത്. ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ദുൽഹിജ്ജ 1 മുതൽ 9 വരെ പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്ത് തന്നെ ഉണ്ട്. എന്നാൽ 9 വളരെ ശക്തിയുള്ള സുന്നത്താണ്. 8 അതിന്റെ താഴെയാണ്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ തുല്യവുമാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ 3 കാറ്റഗറി ആയി തിരിച്ചിട്ടുള്ളത്.
കേട്ടോ. 9-നാണ് വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് അറഫ നോമ്പ്. അതിന്റെ ഇപ്പുറത്തുള്ള തൊട്ടടുത്തുള്ള 8-ാമത്തെ ദിവസവും ശക്തിയുള്ള സുന്നത്താണ്. അതിന്റെ താഴേക്ക് ശക്തിയുള്ള സുന്നത്ത് തന്നെയാണ്. ബാക്കിയുള്ള ആ 7 ദിവസവും തുല്യമാണ്. ഏതായാലും എല്ലാ ദിവസവും നോമ്പ് ഈ 9 ദിവസങ്ങളിലും പ്രത്യേകം സുന്നത്തുണ്ട്. ഓക്കെ മൈക്കോ. നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം ദുൽഹിജ്ജ. അസ്സലാമു അലൈക്കും ഉസ്താദേ. ഉദ്ഹിയ്യത്ത് അറക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഹക്കീക്ക അറക്കുന്ന അതോട് നെയ്യത്ത് വെച്ചാൽ എങ്ങനെയാണ് അതിന്റെ മട്ടൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ഉസ്താദേ. കേട്ടു വരുന്നു മൈക്കോടുന്നു. അസ്സലാം. വലൈക്കും അസ്സലാം വറഹമത്തുള്ള. നല്ല ചോദ്യമാണ്. അല്ല, അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടോ. ഉദ്ഹിയ്യത്ത് അറക്കണ കൂട്ടത്തിലെ അഖീഖ അറക്കാനും കൂടി നിയ്യത്ത് വെച്ചാൽ അത് നടക്കോ എന്നാണ് ചോദിച്ചത്. ചിലപ്പോ അത് നടക്കും, ഇല്ലെങ്കിൽ നമ്മൾ നടക്കും കേട്ടാ. രണ്ടാലും ഒന്ന് നടക്കും, ഉറപ്പാ. പിന്നെ ചോദ്യതാണ്. ഏതായാലും എന്താ അതിന്റെ ഉത്തരം? ചിലപ്പോൾ എന്ന് പറഞ്ഞത് മനഃപൂർവ്വം പറഞ്ഞതാണ്. അതിന്റെ വിശദമായ ഭാഗങ്ങൾ ഞാൻ പറയാം. കൂട്ടത്തിലൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഈ അറുക്കുന്നതിന് ഹഖീഖ എന്നല്ല പറയാ, അഖീഖ എന്നാണ്. ഐന് കൊണ്ടാ പറയാ കേട്ടോ. ഐനാണ്, ഹ അല്ല. ഓക്കെ, അത് പലർക്കും സംഭവിക്കുന്ന ഒരു പിശകാണ്. ഹഖീഖ ഹഖീഖ എന്നാണ് പല ആൾക്കാരും പറയാ. അതാ സക്കി ഉസ്താദ് അടിച്ചിട്ടുള്ള അഖീഖ, അതാണ് അതിന്റെ ശരി. അപ്പൊ ഏതായാലും പറയാം. ഇവിടെ അഖീഖ ഉദ്ഹിയ്യത്ത് അറക്കുന്നത് ഒരാടിനെയാണോ? ഉദ്ഹിയ്യത്ത് അറക്കുന്നത് ഒരു ആടിനെയാണോ? എന്നാൽ പിന്നെ അതിന്റെ കൂടെ അഖീഖ ഉദ്ദേശിക്കാൻ പറ്റില്ല. ഉദ്ഹിയ്യത്തിന് മാത്രമേ അത് പറ്റൂ. അതേ സ്ഥാനത്ത് അതേപോലെ തന്നെ ഒരു മാടിന്റെ 1/7 മാത്രമാണോ നിങ്ങളുടെ ഷെയർ, അതിലും ഉദ്ഹിയ്യത്തോ അഖീഖയോ രണ്ടാലൊന്നേ പറ്റൂ. അതല്ലാതെ നിങ്ങളൊരു മാടിനെ സ്വന്തമായി ഇറക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 ഷെയർ നിങ്ങൾ കൂടുകയാണെങ്കിൽ, അതിൽ ഒരു ഷെയർ ഉദ്ഹിയ്യത്തിനും മറ്റേ ഷെയർ അഖീഖക്കും ആക്കുന്നതിന് വിരോധമില്ല. അങ്ങനെയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മസ്അല പറഞ്ഞിട്ടുള്ളത്. അതാണ് മുഅ്തമദും കേട്ടോ. മുഅ്തമദായ മസ്അല അങ്ങനെയാണ്. ഏത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ സുഹൃത്തെ? നിങ്ങൾക്ക് മനസ്സിലായോ? ചോദ്യം ചോദിച്ചാൽ സംഗതി പിടുത്തം കിട്ടിയോ? അതായത് ഇപ്പൊ പറഞ്ഞത് വെച്ചാൽ ആടാണോ അറക്കണത്, ഒറ്റ ആടിൽ എന്താക്കാൻ പറ്റില്ല, രണ്ടും കൂടി ഷെയർ ചെയ്യാൻ പറ്റൂല. അതേ സ്ഥാനത്ത് ഒരു മാടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാടിന്റെ 2 ഷെയർ ഉണ്ടെങ്കിൽ, ഒരു ഷെയർ ഉദ്ഹിയ്യത്തിനും മറ്റേ ഷെയർ അഖീഖക്കുമായി അറക്കുന്നതിന് വിരോധമില്ല. രണ്ടിന്റെയും കൂലി കിട്ടുകയും ചെയ്യും. ഓക്കെ, മൈക്കോട്ടു. അസ്സലാമു അലൈക്കും ഉസ്താദെ. ഒരു മഹല്ലത്തില് ഉളിയത്ത് അറക്കുമ്പോൾ 7 പേര് ചേർന്നിട്ട് ഒരു മാടിനെ അറക്കുമ്പോൾ ആ മഹല്ലത്തിലുള്ള പാവപ്പെട്ടവർക്ക് അവിടെ നിന്ന് തന്നെ വിതരണം ചെയ്തതിന്റെ ബാക്കി കുറച്ച് ഇറച്ചി ഓരോ വീട്ടുകാർക്കും കൊടുക്കും. ആ വീട്ടുകാർക്ക് കിട്ടിയ ഇറച്ചിന്ന് തൊട്ടടുത്ത മഹല്ലിലുള്ള ആ വീട്ടുകാരെ കുടുംബക്കാർക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് എന്റെ സംശയം. അസ്സലാമു അലൈക്കും. അത് കൊടുക്കണതിന് വിരോധമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അവിടെ അർത്ഥ നാട്ടിൽ കൊടുത്തിക്കണല്ലോ, ഇനി കിട്ടിയതിന് കൊടുക്കല്ലേ, അതിന് വിരോധമില്ല. അർത്ഥ നാട്ടിൽ കൊടുത്താൽ മതി കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അയാൾ പറഞ്ഞ നമ്മൾ കേട്ടില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുക. അതെ, ഉളുഹിയത്തിന്റെ ഇറച്ചി കാഫിര്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല എന്ന് എനിക്ക് സംശയം ഉണ്ടായി. അതിനോടൊപ്പം